നമ്മൾ കിട്ടിക്കുന്നത് ലെനോവോ തിങ്ക്പാഡ് 490 എന്ന് പറയുന്നൊരു ലാപ്ടോപ്പാണ്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈന്റിൽ വന്നതാണ്. ഓൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇത് ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു പ്രത്യേകതര സൗണ്ട് ഉണ്ട്. ഈ ഒരു സൗണ്ടും നമുക്ക് കേൾക്കുന്നുണ്ട്. അത് കൂടാണ്ട് ഈ സാധനത്തിൻ്റെ ഡിസ്പ്ലേ ആണെന്നുണ്ട് ബ്ലാങ്ക് ആയിട്ട് ഇതേപോലെ സൈഡിൽ ഒരു ലൈൻ ഉണ്ടോ, ഈ ലൈനും പിന്നെ ഫുൾ ബ്ലാങ്കും ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഫിസിക്കൽ ഡാമേജ് ആയിട്ടാണ് വരുന്നത്. അതായത് ഉള്ളിലെന്തോ പ്രസ്സായി പോയതാണ്. ഒന്നെങ്കിൽ ഉള്ളിൽ പ്രസ്സായിട്ടുണ്ടാവും, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ കയറി ഇരിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റിൽ എന്തെങ്കിലും സാധനം വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡിസ്പ്ലേ മാറാമെന്നുള്ളൊരു സൊല്യൂഷനാണ് ഇനിയിപ്പോൾ നിലവിലുള്ളത്. കാരണം ഇത് അയച്ചിട്ട് വീണ്ടും ഒക്കെ നമ്മൾ റീകണക്റ്റ് ഒക്കെ ചെയ്ത് നോക്കി, വേറെ വഴിയില്ല. ഡിസ്പ്ലേ ഇതുപോലെ ഫ്രെയിം അയച്ചു കഴിഞ്ഞാൽ 4 സ്ക്രൂ ആണ് ഉണ്ടാകുക. ഈ 4 സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഡിസ്പ്ലേ നമുക്ക് കയ്യിലേക്ക് കിട്ടും. വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ലാപ്പും ഒരുപോലെയല്ല. ഈ ലാപ്പ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള സംഭവം കൊണ്ടാണ് ഞാൻ ഇപ്പോൾ കറക്റ്റായിട്ട് കാണിച്ചത്. ചില ലാപ്പ് നമുക്ക് താഴത്തുള്ള ബോഡി അയക്കേണ്ടി വരും, ചിലപ്പം മേളിൽ കഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ സാധനം മറ്റേ ഡിസ്പ്ലേൻ്റെ ആ ഒരു പാനൽ ഒന്നായിട്ട് മാറും. മാക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നായിട്ടാണ് മാറും. കുറച്ച് ടാസ്കുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറച്ച് സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് ഒരൊറ്റ കണക്ടറിൻ്റെ മേളിലാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത്. വീണ്ടും പറയണം, പലതും പല രീതിയാണ്, എല്ലാം ഒരുപോലെ അല്ല. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ അയച്ച് നേരെ അതിൻ്റെ കണക്ടർ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് തിരിച്ച് പുതിയ ഡിസ്പ്ലേ ഇട്ട് എന്നതിന് വീണ്ടും കണക്ട് ചെയ്ത് ഇതിപ്പോൾ ആ ഒരു പ്രത്യേകതര സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് ഈ ചില ബാച്ച് ഇടുന്ന സമയത്ത് വരുന്നൊരു സൗണ്ടാണ്. അത് മാറണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈമിങ് വരുന്നൊരു ബാറ്ററി ഉണ്ടല്ലോ, നമ്മൾ ടൈമറൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു ബാറ്ററി ഉണ്ട്. ആ ഒരു ബാറ്ററി ഫുൾ അയച്ചിട്ട് റീകണക്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റാവും. ഓക്കെ, അപ്പോൾ അത് ഞാൻ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആണ് കൊണ്ടുപോയി. ഇതിപ്പം തന്നെ ഡിസ്പ്ലേ നമ്മളിട്ട് സ്ക്രൂകളും കാര്യങ്ങളൊക്കെ വെച്ച് എന്നതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഡിസ്പ്ലേക്ക് കാര്യങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല, എല്ലാം ഓക്കെയാണ്, പക്കയാണ് എന്ന് കൺഫേം ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫുൾ പാക്ക് ചെയ്തത്. ഇതിൽ ചില ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വേറെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് 2-3 പ്രാവശ്യം ഞാൻ ടേക്ക് ചെയ്തുകൊണ്ടാണ് സ്ലീപ്പിംഗ് മോഡിൽ നിങ്ങൾക്ക് ഓണായിട്ട് കണ്ടത്. ഓക്കെ, എന്നതിന് ശേഷം നമ്മളത് ഈ ഫ്രെയിം പാക്ക് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊരു ഗം ഇടാനുണ്ട്. ആ ഒരു ഗമ്മ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പാക്ക് ചെയ്യണത്. കാരണം കമൻറ്റ് വരേണ്ടത് വെച്ചിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ഫുള്ള് സാധനം പാക്ക് ചെയ്ത് ഇതേപോലെ സ്റ്റിക്കർ നമ്മൾ പറിക്കാണ്ട് വെക്കുന്നത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പുതിയൊരു ഡിസ്പ്ലേ വരുമ്പോൾ കൺവേർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് വാറണ്ടിയുള്ള ഡിസ്പ്ലേ ആണ്. ലൈന് ബ്ലാങ്ക് കാര്യങ്ങൾ, ലൈനും പിന്നെ ഡാമേജ് കാര്യങ്ങൾക്കും നമുക്ക് ഇതില്ല. അതുപോലെ തന്നെ മറ്റേ ബ്ലാങ്ക് ആയി കഴിഞ്ഞാൽ ചിലതിന് കിട്ടും, ഫിസിക്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താണ് സാധനം ഫുള്ള് മാറ്റി ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്, ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. ഇതുപോലെ ലാപ്പ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗെയിമിംഗ് കൺസോൾ ആയിക്കോട്ടെ, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, എയർപോർട്ട്, അങ്ങനെ എന്താണെങ്കിലും ആരെങ്കിലും കംപ്ലൈൻറ്റ് ആയിട്ട് കുടി നിൽക്കുന്നവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നമ്പർ താഴെ ഒരുപാട് ഗാഡ്ജറ്റ്സ് കാര്യങ്ങൾ സർവീസ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കയറി കാണാൻ പറ്റുന്നവർ കയറി കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.